ആഘോഷങ്ങൾക്കൊക്കെ ഒരു രസം വേണ്ടേ? സൂര്യ, അവരെ നീ സ്നേഹിക്കുന്നതും അവരോടൊപ്പം വിഷു ആഘോഷിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ മറ്റുള്ളവരെ നീ പ്രകോപിപ്പിക്കരുത്. അവരുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. നന്ദിനി, നന്ദിനി. എന്താ സർ? അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പക്ഷേ എടോ, ഇവിടെയുള്ള കാട്ടുമൃഗങ്ങള് അങ്ങനെയാണ് പെരുമാറുകയെന്ന് അവർക്കറിയാം. പിന്നെ താൻ അവരെ ഒന്ന് സമാധാനം വെച്ചാൽ മാത്രം മതി. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഇപ്പൊ എങ്ങോട്ടാ സാർ പോകുന്നേ? എടോ, എനിക്ക് പോയേ പറ്റൂ. സാർ ഇവിടെ നിന്ന് ഇറങ്ങിയാല് ആ നിമിഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അത്രയ്ക്ക് കലിയുണ്ട് പത്മ മാഡത്തിന്. എടോ, താൻ പേടിക്കണ്ടോ. തന്റെ അച്ഛനെയും മുത്തശ്ശിയും അനിയത്തിമാരെയും ഞാൻ സ്വീകരിച്ചിരുത്തിയതേ എന്റെ മനസ്സുകൊണ്ടാ. അവരിവിടെ ഉണ്ടാവുന്ന സമയം അത്രയും അവരുടെ സുരക്ഷ ഞാൻ നോക്കും. പോയിട്ട് എനിക്ക് അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇങ്ങ് തിരിച്ചു വരും. പെട്ടെന്ന് വരണേ സർ. ആരാടോ? എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടെ അവരുടെ കൂടെ ഇരുന്ന് നാട്ടിൻപുറത്തെ കഥകളും പിന്നെ പിള്ളേരുടെ സംസാരമൊക്കെ അങ്ങ് കേട്ടിരിക്കാന്നേ. അതെ, എനിക്കൊരു സംശയം. എന്താ? അച്ഛനും മുത്തശ്ശിയൊക്കെ വന്നപ്പോ ആ അവസരം മുതലാക്കി കുടിക്കാൻ പോവാണോ? എന്നിട്ട് എന്തിന്? എടോ, ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ താനും കുടിക്കല്ലേ? എന്നിട്ട് 2 പേർക്കും കൊണ്ട് ഇവിടെ കിടന്ന് വേഷം കെട്ടാം. എന്നാലും ഞാൻ ഈ പോകുന്ന ഈ പോക്കിൽ കുടിക്കില്ല. ആ ഉറപ്പ് തന്നാ പോരെ? പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിലേ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർ കൂടി ഇരുന്നങ്ങ് അടിക്കാന്നേ. എന്താ? അതെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. മോളെ, എന്താ മുത്തശ്ശി? മുത്തശ്ശിക്ക് എന്തെല്ലാം വേണോ? ഒന്നും വേണ്ട. ഞാനേ മോളോടൊന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വന്നതാ. എന്തേ? നീ ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങളെ കാണിക്കാൻ മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ലെന്ന് പത്മ മാഡത്തിന്റെയും മക്കളുടെയും പെരുമാറ്റം കണ്ടാൽ അറിയാലോ. ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞു, പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോയാലോ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. എത്ര കാലമെന്ന് വെച്ചാ മോളെ ഇവിടെ ഇങ്ങനെ കഴിയുന്നേ? കാര്യം ശരിയാ, മോൻ നിന്നോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാ മോൻ നിന്നെ രക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അതല്ലല്ലോ മോളെ ജീവിതം എന്ന് പറയുന്നത്. നിനക്ക് ജീവിക്കണ്ടേ? ഒരു കുടുംബം ഉണ്ടാവണ്ടേ? മുത്തശ്ശി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മുൻപ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ചിന്തിക്കില്ല. മുൻപ് സൂര്യസാറിനെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം എന്തായിരുന്നെന്നറിയോ? ഒരു വലിയ വീട്ടിലെ കള്ളുകുടിയനായ ഒരാള്, അതായത് നമ്മുടെ മുതലാളിയുടെ മകൻ. അവരും നമ്മളും തമ്മിലുള്ള ബാധ്യത കൊണ്ട് ഞാനൊരടിമയെ പോലെ ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല മുത്തശ്ശി. പിന്നെ ഇപ്പൊ ഞാൻ സൂര്യസാറിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കിഷ്ടം എന്നോട് ഒരിക്കൽ പോലും വഴക്കിടാതെ, മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറാതെ, സത്യം പറഞ്ഞ ഏത് ഭാര്യ ആഗ്രഹിക്കുന്ന പോലെ
ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കാന്നൊക്കെ പറയില്ലേ അതുപോലെയാ മുത്തശ്ശി.